നമ്മുടെ നാട്ടിലെ ഈ കയ്യും കാലും ഇല്ലാത്ത ആളുകൾ, സംസാരിക്കാൻ പറ്റാത്ത ആളുകൾ, അതുപോലെ തന്നെ കേൾവിക്കുറവുള്ള ആളുകൾ, ഒരുപാട് ശാരീരിക പ്രയാസങ്ങളുള്ള ആളുകളൊക്കെ ഉപജീവന മാർഗം തേടി പോവുകയാണ്. എവിടെയെങ്കിലുമൊക്കെ ഒരു ജോലി കിട്ടുമോ എന്നുള്ളത് അന്വേഷിക്കുകയാണ്. ചില ആളുകൾ ജോലി ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഉപയോഗിച്ച് അവർക്ക് മാത്രമല്ല മറ്റുള്ളവർക്ക് കൂടി കൊടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ്. അന്തസ്സുള്ള, അഭിമാനമുള്ള, നാടിനും നാട്ടുകാർക്കും ഉപകാരമുള്ളവരായി ശാരീരിക വൈകല്യമുള്ള ആളുകൾ മാറുമ്പോൾ എല്ലാ ആരോഗ്യവും കൈയും കാലും ഒക്കെ നിവർത്താനും ഒടിക്കാനും എല്ലാ രീതിയിലും പറ്റുന്ന ഇവന്മാരെ പോലെയുള്ള ആളുകൾ എന്താണ് നമ്മുടെ സമൂഹത്തിന് നൽകുന്ന സന്ദേശങ്ങൾ? മോളൂട്ടിയും പോകുമ്പോൾ ഗോകുലുകുട്ടനും കൂടി അതിൻ്റെ ഭാഗമായിട്ട് ജയിലിലേക്ക് പോവുകയാണ്. ഏട്ടായിയും മോളൂട്ടിയും ഒക്കെ ഇപ്പോൾ ജയിലിലാണ് നിലവിലുള്ളത്. എന്തൊരു വൃത്തികെട്ട പരിപാടിയാണ്. ഇവരുടെയൊക്കെ ഇൻസ്റ്റാഗ്രാം റീൽസ് കാണണം. ആ ഇൻസ്റ്റാഗ്രാം റീൽസിൽ ചുംബനം കൊടുക്കുന്നു, ചുംബനം തിരിച്ചു വാങ്ങുന്നു, കെട്ടിപ്പിടിക്കുന്നു, തിരിച്ച് കെട്ടിപ്പിടിക്കുന്നു, ഭാര്യ ഭർത്തൃ ബന്ധത്തിൻ്റെ പവിത്രത ഇങ്ങനെ വിളിച്ചോതുന്നു, പരസ്പര സ്നേഹത്തിൻ്റെ നിറകുട സാഗരത്തിൻ്റെ ഒക്കെ കഥ ഇങ്ങനെ ഇവന്മാരിങ്ങനെ പറയുന്നത് കാണുമ്പോൾ നമുക്കൊക്കെ തോന്നിപ്പോകുന്നത് സ്നേഹത്തിൻ്റെ കൊട്ടാരം പണിയാൻ വേണ്ടിയിട്ട് ഇവന്മാരിങ്ങനെ പോവുകയാണ് എന്നുള്ളതാണ്. ഈ ഇവളുമാരൊക്കെ സോഷ്യൽ മീഡിയയിൽ കാണിച്ചു കൂട്ടുന്ന ഈ പേക്കുത്തുണ്ടല്ലോ, ഇതിനൊരു അവസാനം ഉണ്ടാകും. ഇത് ഒരാൾ മാത്രമാണ്. ഈ ദേവു എന്ന് പറയുന്ന ആള് ഈ കണിയിലെ ഒരാൾ മാത്രമാണ്. അതുകൂടാതെ ഈ ദേവുവിൻ്റെ ഭർത്താവുണ്ടല്ലോ, അന്തസ്സില്ലാത്ത, അഭിമാനമില്ലാത്ത, സ്വന്തം ഭാര്യ അടക്കം ഹണി ട്രാപ്പിന് വിട്ടുകൊടുക്കുന്ന ഇത്തരത്തിലുള്ള, എനിക്ക് ഈ ക്യാമറയ്ക്ക് മുന്നിൽ വെച്ച് വിളിക്കണമെന്നുണ്ട്, പക്ഷെ എൻ്റെ എന്താ പറയുന്ന ഒരു മാധ്യമധർമ്മം എന്നൊക്കെ പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ആ സംഭവം വെച്ചിട്ട് എനിക്കത് പറയാൻ പറ്റുന്നില്ല. ഞാൻ മനസ്സിൽ 2-3 വട്ടം പറഞ്ഞു. അത്രക്കും ദേഷ്യം വരികയാണ്. കാരണം ഇവർക്കൊക്കെ ജീവിക്കാൻ എന്തൊക്കെ വഴികളുണ്ട്, എന്തൊക്കെ വഴികളുണ്ട് ഇവർക്കൊക്കെ, എങ്ങനെയൊക്കെ ജീവിക്കാം. ഇവരുടെ ഇൻസ്റ്റാഗ്രാമിന് അത്യാവശ്യം 50,000-ൽ കൂടുതൽ ഫോളോവേഴ്സ് ഉണ്ട്. 2-3 സ്പോൺസർഷിപ്പ് ആഡ് തന്നെ ഒരു മാസം ചെയ്തു കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം ജീവിച്ചു പോകാനുള്ള വരുമാനമായി. അതിൻ്റെ ഇടയിൽ ഇവന്മാര് പുതിയ പരിപാടി എടുക്കുന്നു. എന്താണ് ചെയ്തത്? ഈ പറയുന്ന ദേവുവും ഗോകുലും വളരെ പ്ലാനഡ് ആയിട്ട് ഒരു സംഘം ആളുകളെയൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു വ്യവസായിയെ എറണാകുളത്ത് നിന്ന് പാലക്കാട്ടേക്ക് എത്തിക്കുന്നു. പാലക്കാട്ട് എത്തിച്ചത് ഉച്ചക്കാണ്. അപ്പോൾ അയാൾ എത്തിച്ചതിന്റെ കാരണങ്ങളൊക്കെ നിങ്ങൾക്കൊക്കെ അറിഞ്ഞു കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ദേവു ഈ പറയുന്ന വ്യക്തിക്ക് മെസ്സേജ് അയക്കുകയും ഈ വ്യക്തിയുമായിട്ട് അടുക്കുകയും വന്ന് കണ്ടു കഴിഞ്ഞാൽ വേണ്ടതൊക്കെ ചെയ്തു തരാമെന്നുള്ളത് പറയുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഈ വ്യവസായി എന്ത് ചെയ്തു? വേഗം തൂക്കി വന്നു. ഇയാളും അത്ര നല്ല വെടിപ്പുള്ള ആളൊന്നും അല്ല, പക്ഷെ പറയാനുള്ളത് പറയണമല്ലോ. അപ്പോൾ ഈ പറയുന്ന ആള് എന്തായി, ഈ പറയുന്ന സ്ഥലത്തേക്ക് എത്തിയിട്ട് ഈ പറഞ്ഞ വ്യക്തി ഇവരുടെ കാറിലൂടെ കയറുന്നു. അതായത് ഈ പറയുന്ന ദേവുള്ള ഒരു വാഹനത്തിലേക്ക് ഈ പറയുന്ന ആൾ കയറുന്നു. ഉച്ചക്ക് തന്നെ എത്തി എന്നാണ് അറിയാൻ വേണ്ടിയിട്ട് സാധിച്ചത്. സ്വന്തം ഭാര്യ വിളിച്ചിരുന്നുവെങ്കിൽ ചിലപ്പോൾ എവിടെയെങ്കിലും പോകാൻ സ്വന്തം ഭാര്യ ഒന്ന് വീട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞ് വിളിച്ചിരുന്നുവെങ്കിൽ ഈ മനുഷ്യനെത്തില്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഇവിടെ 12:45 എത്തി. പക്ഷെ 12:45 എത്തിയ ഈ മനുഷ്യന് പിന്നീട് ഇവരുടെ കാറിൽ കയറുന്നത് രാത്രിയാണ്. അതായത് അതുവരെ ഈ പറയുന്ന ദേവുവും സംഘവും പ്ലാൻ ചെയ്ത് ഉരുട്ടിയാളെ. അങ്ങനെ അവസാനം ഈ ദേവുവിന്റെ കാറിലും കയറി ഈ വ്യവസായി ഇവര് പറഞ്ഞ ഒരു വീട്ടിലേക്ക് എത്തുകയും പിന്നീട് അങ്ങോട്ട് നമ്മുടെ ഹണി ട്രാപ്പ് സംഘങ്ങളുടെ രീതിയാണ്. ഈ ഹണി ട്രാപ്പ് എന്താണെന്ന് അറിയാത്ത കുറച്ച് സോഷ്യൽ മീഡിയയിൽ ഗീർവാണം മുഴുക്കി നടക്കുന്ന ചില ഓന്തുകളുണ്ട്, ചില പൊട്ടന്മാരൊക്കെ. അവരൊക്കെ കേട്ടോ, പറഞ്ഞുതരാം. അതായത് നേരെ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ദേവു ഈ പറയുന്ന ആളെ അവരുടെ ഒരു റൂമിലേക്ക് എത്തിച്ചു. അതായത് ഇവർ വാടകയ്ക്ക് താമസിക്കുന്ന ഒരിടത്തേക്ക് എത്തിച്ചു. അവിടെ 8 അംഗ സംഘം ഉണ്ടായിരുന്നു. അതിനകത്ത് കയറിയപ്പാട് തന്നെ ഈ പറയുന്ന ആളെ ഭീഷണിപ്പെടുത്തി അയാളെ അതായത് മൊത്തമായിട്ട് അടിച്ചു, ഇയാളുടെ ഡ്രസ്സൊക്കെ. എന്നിട്ട് അതിന്റെ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുത്തു. എന്നിട്ട് 2 ഇടിയൊക്കെ കൊടുത്തു കാണും. സ്വാഭാവികമായി ഈ ഹണി ട്രാപ്പ് സംഘങ്ങളുടെ രീതി ഇങ്ങനെയാണ്. അപ്പൊ ഭർത്താവും ഭാര്യയും ചേർന്ന് നല്ല ആസ്വദിച്ച് ഈ സംഭവ പരിപാടികളൊക്കെ ചെയ്തതിനു ശേഷം ഈ വ്യവസായി വന്ന കാറിൽ തന്നെ, അതായത് ഈ വ്യവസായി ഒരു കാറിലൂടെയാണല്ലോ ഇവിടെ എത്തിയത്, ആ കാറിൽ തന്നെ ഈ വ്യവസായിയുടെ കൂടെ വ്യവസായിയുടെ കയ്യിൽ നിന്ന് 50 ലക്ഷം രൂപ ഈ വീഡിയോസും ഫോട്ടോസും കാണിച്ച് വാങ്ങാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന സംഘം വ്യവസായിയുടെ വീട്ടിലേക്ക് തിരിച്ചു എന്നുള്ളതാണ്. അതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്.
അങ്ങനെ പോകുന്ന വഴി വെച്ച് ഈ വ്യവസായിക്ക് ഒന്ന് മൂത്രം ഒഴിക്കാൻ തോന്നി. വ്യവസായി മൂത്രം ഒഴിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് ഇയാൾ കിടന്ന് ഒരൊറ്റ ഓട്ടം. നേരെ പോയത് പോലീസ് സ്റ്റേഷനിലേക്ക്. പോലീസുകാർക്കാണെങ്കിൽ ഈ ഹണി ട്രാപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ലാത്ത പ്രശ്നമാണ്. കാരണം പോലീസുകാരടക്കം അത്തരത്തിലുള്ള കേസുകളിൽപ്പെട്ട വലിയ വിവാദം കേരളത്തിൽ നടന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഇവറ്റകളുടെ കാലൊടിക്കുക, ഇവറ്റകളെ പിടിച്ച് അടിച്ചൊതുക്കിയിട്ട് ഇല്ലാതാക്കുക എന്നുള്ളത് കേരള പോലീസിന്റെയും ഒരു തീരുമാനത്തിന്റെ ഭാഗമാണ്. അങ്ങനെ പോലീസുകാര് കേട്ട പാതി കേൾക്കാത്ത പാതി ഇവർക്കെതിരെ അന്വേഷിക്കാൻ മുന്നോട്ട് വരികയും വളരെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തുകയും ചെയ്തതിലൂടെ ഈ പറയുന്ന സംഘം വലയിലായി. അപ്പൊ ചോദിച്ചത് 50 ലക്ഷമാണോ പോലും. അതായത് 50 ലക്ഷം രൂപ തന്നാൽ നിങ്ങളുടെ ഈ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഞങ്ങൾ ഡിലീറ്റ് ചെയ്യാം അല്ലേ. ഇപ്പൊ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടായ ഒരാളെന്ന നിലയ്ക്ക് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ശരീരമാണ്, നമുക്കൊരു അബദ്ധം പറ്റി അല്ലേ, നമ്മുടെ സ്വകാര്യതയാണ് അല്ലേ. ഇത് ആളുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ വലിയ വിഷയമാകും എന്നുള്ളത് സ്വാഭാവികമായിട്ടും ഏതൊരാളെയും വേദനിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പൊ നമ്മുടെ ശരീരത്തിന്റെ ചില കാണാൻ പാടില്ലാത്ത ഭാഗങ്ങളുണ്ട് എന്നുള്ളതാണല്ലോ നമ്മളൊക്കെ പഠിച്ചതും പിടിച്ചതും ഒക്കെ. അപ്പൊ ഈ കാണാൻ പാടില്ലാത്ത ഭാഗം കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാകും എന്നുള്ളത് കൊണ്ട് തന്നെ അതാരും കാണണ്ട എന്ന് വിചാരിച്ച ചില ആളുകൾ ഒതുക്കി തീർക്കാറുണ്ട്. പക്ഷെ എൻ്റെ അടുത്ത് ഇതുപോലെയുള്ള കേസുകൾ വന്നു കഴിഞ്ഞാൽ ഞാൻ പറയാറുള്ളത്, നമുക്ക് പണിയെടുക്കാം എന്നുള്ളതാണ്. നമുക്ക് പണിയെടുക്കാം. ഇന്നടക്കം ഒരു കേസ് വന്നിരുന്നു, സത്യമാണ്. ഇന്നടക്കം ഓഫീസിൽ ഒരു കേസ് വന്നിരുന്നു. ആ വ്യക്തിയോട് ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കാരണവശാലും ഒന്നും ചെയ്യരുത്. അത് ഇതുപോലെയുള്ള ട്രാപ്പല്ല. ഈ മൊബൈൽ ഫോൺ വഴി ഈ ഹിന്ദിക്കാർ രാജസ്ഥാനിലെയും ഗുജറാത്തിലെയും അതുപോലെ തന്നെ UP-യിലെയും ഒക്കെ ഹിന്ദിക്കാർ ഒരു പണിയെടുക്കുന്നുണ്ട്. അതിനെക്കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യാറുണ്ട്, ഞാൻ പറഞ്ഞുതരാം അത്. അപ്പൊ അങ്ങനെ ഒരു ട്രാപ്പിൽപ്പെട്ട ഒരു പയ്യൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, നോ കോംപ്രമൈസ്, 1 രൂപ കൊടുക്കരുത്, 1 നയാ പൈസ കൊടുക്കരുത് എന്നുള്ളതാണ്. കാരണം പൈസ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പൈസ പോയി വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കും, നിങ്ങൾ മുടിയും വരെ ചോദിച്ചുകൊണ്ടിരിക്കും. എന്തായാലും ഈ വ്യവസായി ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് നന്നായി. കാരണം ഇല്ലെങ്കിൽ 50 ലക്ഷം മാത്രമല്ല വീണ്ടും വാങ്ങിയേനെ. അപ്പൊ 50 ലക്ഷം രൂപ ചോദിക്കുകയാണ്. ഈ 50 ലക്ഷം എന്ന് പറയുന്നത് വലിയൊരു തുകയല്ലേ. 50 ലക്ഷം രൂപ എന്തല്ലേ. ഇവളുമാരെ പോലെയുള്ള ആളുകളൊക്കെ കരുതിയിരിക്കുക. ഞാൻ പറയുന്നത്, ദേവു ഗോകുൽ എന്ന് പറയുന്നത് ഒരു ടീം മാത്രമല്ല, അവർക്ക് പിന്നിൽ ഇനിയും ആളുകളുണ്ട്. ഈ ദേവുവിനെ പോലെയുള്ള ഒരുപാട് പെണ്ണുങ്ങളുണ്ട്. ആ മീശക്കാരനെ അറസ്റ്റ് ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു, വെറും ദേവു മാത്രമല്ല ഇനിയും ഒരുപാട് ആൾക്കാരുണ്ട് എന്ന്. അപ്പൊ ഇത്തരത്തിൽ പണിയെടുക്കുന്ന ആളുകളോടൊക്കെ പറയണം, വലിച്ചു കയറി ഭിത്തിയിലോട്ടിക്കും, നോ കോംപ്രമൈസ്. ഹണി ട്രാപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കലിപ്പാണ്. കാരണം ഞാൻ അതിന് ഇരയാക്കപ്പെട്ട ഒരാളായതുകൊണ്ട് തന്നെ എനിക്ക് ഈ പരിപാടി കണ്ടാൽ തന്നെ ദേഷ്യമാണ്. അതുകൊണ്ട് ഞാൻ അവന്മാരെ വിടത്തേയില്ല. അതുകൊണ്ടാണ് പറയുന്നത്, ഈ പറയുന്ന മീശക്കാരനെ നമ്മൾ കളിയാക്കിയല്ലോ, ഫിൽട്ടർ അടിച്ച് വരുന്നു എന്നുള്ളത്. അതേപോലെ ദേവും ഫിൽട്ടർ അടിച്ചുകൊണ്ട് തന്നെയാണ് വരുന്നുള്ളത് കേട്ടോ. ബാണിനൊരു നിയമം വേണ്ട, 2 പേർക്ക് നമുക്കൊന്ന് കൊടുത്തേക്കാം. ഈ ദേവുവിനെ നേരിട്ട് കാണാനും ഈ പറയുന്ന ഇൻസ്റ്റാഗ്രാമിൽ കാണാനും തമ്മിൽ രാവും പകലും വ്യത്യാസമുണ്ട്. വർണ്ണവിവേചനമൊന്നും അല്ല കേട്ടോ. വർണ്ണവിവേചനത്തിന് ശക്തമായി എതിർക്കുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. പക്ഷെ സ്വന്തം വർണ്ണം ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണല്ലോ ഫിൽട്ടർ അടിച്ച് വരുന്നുള്ളത്. സ്വന്തം വർണ്ണം ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണല്ലോ ഫിൽട്ടർ അടിച്ച് വരുന്നത്. ഞാൻ പലപ്പോഴും ഫോട്ടോ എടുക്കുമ്പോൾ പറയാറുണ്ട്, ഈ പോർട്രേറ്റിൽ ഫോട്ടോ എടുക്കുന്നതാണ് എനിക്കിഷ്ടം. ഇപ്പോൾ പോർട്രേറ്റിൽ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഞാനതിന് എഡിറ്റ് ചെയ്യാൻ സമ്മതിക്കാറില്ല. കാരണം നമ്മൾ എന്താണോ ആ ഒരു ചിത്രം അതിൽ കിട്ടാറുണ്ട്. കാരണം നമ്മുടെ മുഖത്തൊരു പാടുണ്ടെങ്കിൽ കിട്ടാറുണ്ട്. ഇടയ്ക്കിടയ്ക്കൊക്കെ ഈ കൂട്ടുകാരൊക്കെ വിവിഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, അതിലെടുക്കുന്ന സമയത്ത് ഇങ്ങനെ നിന്ന് കൊടുക്കാറുണ്ട്. അപ്പൊ നല്ല സുന്ദരനും കുട്ടപ്പനായിട്ട് കിട്ടും. അപ്പൊ എൻ്റെ യഥാർത്ഥ കളർ എന്ന് പറയുന്നത് ആ പോർട്രേറ്റിലൂടെ വരുന്ന ചിത്രങ്ങളാണ്, അല്ലാത്ത ഒന്നും ഞാനല്ല. കാരണം അത്യാവശ്യം വൈറ്റ് ഉണ്ട് എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ വൈറ്റ് വാഷ് അടിച്ച വൈറ്റ് ഒന്നും എനിക്കില്ല. അപ്പോൾ അതുകൂടാതെ എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്, ദയവ് ചെയ്തിട്ട് സോഷ്യൽ മീഡിയയെ ആരും വിശ്വസിക്കരുത്. ഒരുപാട് വ്യവസായികളും ഒരുപാട് വ്യാപാരികളും ഒന്നുമില്ലാത്തവനും ഒക്കെ ഇത്തരത്തിലുള്ള വലയിൽ വീണ് അവസാനം കുത്തുവാളം എടുത്ത് അവൻ്റെ ഭാര്യയും അവൻ്റെ വീട്ടുകാരൊക്കെ ഉപേക്ഷിച്ചു പോയി അവസാനം ഒന്നുമില്ലാതെ ഡ്രഗിന് അഡിക്റ്റായി ആത്മഹത്യയുടെ വക്കിലെത്തി നിൽക്കുന്ന എത്രയോ ആളുകൾ. അപ്പൊ ഈ പറയുന്ന ടീമിനെയൊക്കെ കണ്ണുരുട്ടി പേടിപ്പിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ്. ഒരു സിഗ്നൽ തരാണ് ഞാൻ, ദയവ് ചെയ്തിട്ട് ഇത്തരത്തിലുള്ള പരിപാടി നിങ്ങൾ ചെയ്യുന്നുണ്ട് എങ്കിൽ നിർത്തിക്കോളൂ, ഇവിടെ വെച്ച് അവസാനിപ്പിച്ചോളൂ. കാരണം ഇതുപോലെ കയ്യിൽ കിട്ടുന്ന സമയത്ത് തരും, ഒരു സംശയം വേണ്ട, തരും. പ്രായപൂർത്തിയാകാത്ത ആൾക്കാരടക്കം ഈ പരിപാടിയിൽ ഉണ്ട് എന്നുള്ള ഒരു കേട്ടുകേൾവിയുണ്ട്. അത് ഉറപ്പൊന്നുമില്ല, അത് നമ്മൾ കൊടുക്കുന്നുണ്ട്. നല്ല രീതിയിൽ
നല്ലൊരു മറുപടി നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും എനിക്ക് ഇവരോടൊക്കെ പറയാനുള്ളത്, ദയവ് ചെയ്തിട്ട് ഇത്തരക്കാരുടെ വലയിലൊന്നും പോയി വീഴരുത്. സോഷ്യൽ മീഡിയ സത്യമല്ല എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. സോഷ്യൽ മീഡിയയിലെ ഒരുപാട് കാര്യങ്ങൾ സത്യമല്ല എന്നുള്ളതാണ്. അതായത് ഒരുപാട് നിങ്ങൾ കാണുന്നതൊക്കെ വിശ്വസിക്കരുത്, മനസ്സിലായോ? നിങ്ങൾ കാണുന്നതൊക്കെ അതാണ് സത്യം എന്ന് പറഞ്ഞ് വിശ്വസിക്കരുത്. ഇപ്പോൾ ഉദാഹരണത്തിന് ദിലീപ് വലിയ ടെൻഷനിലുള്ള ഒരു മനുഷ്യനാണ്. കാരണം കേസും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് അദ്ദേഹം വലിയ ടെൻഷനിലുള്ള ഒരാളാണ്. അദ്ദേഹം ഇങ്ങനെ ചിരിച്ച് കളിച്ചിട്ട് ഒരു സിനിമ വരുന്നു അദ്ദേഹത്തിൻ്റെ. ആ ചിരിച്ച് കളിച്ചിട്ട് വരുന്ന സിനിമ ഇപ്പോൾ 2 കൺട്രീസ്, മൈ ബോസ് ഒക്കെ വരുമ്പോൾ ചിരിച്ച് ജീവിക്കുന്ന ഒരു ദിലീപിനെയാണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. എന്നാൽ ദിലീപിൻ്റെ മറ്റുള്ള അഭിമുഖങ്ങളിലേക്ക് പോകുമ്പോൾ അദ്ദേഹം പറയുന്നത്, ഞാൻ ആത്മഹത്യ ചെയ്താലോ എന്നത് പോലും ഞാൻ ആലോചിച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ചിരിച്ച് കാണുന്ന ദിലീപിനെയല്ല നമുക്ക് ഔട്ട് ഓഫ് ഫ്രെയിമിൽ കാണുന്നുള്ളത്, മനസ്സിലായോ? അപ്പൊ അതുപോലെയാണ് ഇതൊക്കെ. അഭിനയിക്കുകയാണ്, ജീവിക്കുകയല്ല, അഭിനയിക്കുകയാണ്. അപ്പൊ ഈ അഭിനയമാണ് സത്യം എന്ന് നിങ്ങൾ വിശ്വസിക്കരുത്. ഇതിനപ്പുറത്തൊരു ലോകമാണ്. ഞാൻ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഈ വാർത്ത പറയുന്ന ഖാദർ കരിപ്പൊടിക്ക് പിന്നിലും ഒരുപാട് സങ്കടങ്ങളും ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്ന്. നിങ്ങൾ ഈ വിചാരിക്കുന്ന പോലെയല്ല. എനിക്ക് 24 മണിക്കൂറും തല കൊടുത്ത് ചിന്തിക്കേണ്ട ആയിരക്കണക്കിന് കാര്യങ്ങളുണ്ട്. എനിക്ക് തന്നെ പലപ്പോഴും പല കാര്യങ്ങളും ഓർത്തെടുക്കാൻ പോലും പറ്റാറില്ല. അപ്പൊ ഞാൻ നിങ്ങളോട് ഈ കഥ പറയുമ്പോൾ നിങ്ങൾ ഖാദർ കരിപ്പൊടി ഓക്കെയാണ്, ഖാദർ കരിപ്പൊടിയൊക്കെ നല്ല ഹാപ്പി അല്ല. എനിക്ക് എൻ്റെതായിട്ടുള്ള ടെൻഷനും സ്ട്രെസ്സും ഈ കാര്യങ്ങളൊക്കെ ബാക്കുണ്ട്. ഇതൊന്നും നിങ്ങൾ കാണുന്നില്ല എന്നേ ഉള്ളൂ. അപ്പൊ ഞാൻ നിങ്ങളോട് പറയുന്നത്, പുറമോടിയിൽ കാണുന്ന ഒന്നും വിശ്വസിക്കരുത്. കാരണം അത് കണ്ണാടികളല്ല. കണ്ണാടി എന്ന് പറയുന്നത് നമ്മൾ കണ്ടത് തന്നെയാണ് നമ്മൾ പിന്നെയും കാണുന്നത്, അല്ലേ? അതല്ല, കണ്ണാടി അല്ല അത് വഞ്ചനയുടെ മുഖം മൂടി അണിഞ്ഞ ഒരുപാട് ആൾക്കാരുണ്ട് അവിടെ. അവർ നിങ്ങളെ ചതിയുടെ കുഴിയിലേക്ക് കൊണ്ടുപോകും, വല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തും, വ്യവസായമൊക്കെ പെട്ടതുപോലെ പെടും. എന്തായാലും ഈ ദേവും ഗോകുലും പോലെയുള്ള കപ്പിൾസ് ഉണ്ട് എങ്കിൽ, ഒരുപാട് നല്ല കപ്പിൾസ് ഇൻസ്റ്റാഗ്രാമിലും സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ട്. ദേവുവിനെയും ഗോകുലിനെയും പോലെയുള്ള കപ്പിൾസ് ഉണ്ട് എങ്കിൽ അവരോട് പറയാനുള്ളത്, നിങ്ങൾ ജീവിതത്തിലും മരണത്തിലും ജയിലിലും ഒക്കെ ഇനി ഒന്നിച്ച് ജീവിച്ചോളൂ എന്നുള്ളത് തന്നെയാണ്. ന്യൂസ് ഡെസ്ക് പബ്ലിക്.